ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം എസ്രായുടെ പുസ്തകം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 5-ാം അധ്യായം 1-ാം വാക്യം. ഹീരാം എല്ലായ്പ്പോഴും ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നു. ദാവീദ് രാജാവിൻ്റെയും ശലോമോൻ്റെയും സ്നേഹിതനായിരുന്നു ഹീരാം. അദ്ദേഹം സോർ രാജാവായിരുന്നു. പുരാതന കാലത്ത് സോർ ഒരു ദ്വീപായിരുന്നു. ഈ ദ്വീപിന് നേരെ എതിർവശത്ത് സമുദ്രതീരത്തായി ഒരു കോട്ട ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് സോരിൻ്റെ കോട്ട എന്നതായിരുന്നു. സോരിന് സമീപം വേറൊരു ദ്വീപിൽ ബാൽ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു. എന്നാൽ ഹീരാം രാജാവ് 2 ദ്വീപുകളും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു ദ്വീപായി വികസിപ്പിച്ചെടുത്തു. ഹീരാമിൻ്റെ കാലത്ത് സോർ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി മാറി. അഹീരാം എന്ന പേരിൻ്റെ ലോപിച്ച രൂപമാണ് ഹീരാം എന്ന പേര്. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലായി ഈ പേര് ഹൂരാം എന്നും കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് ഹീരാമിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഒരു നല്ല സ്നേഹിതനായിരുന്നു ഹീരാം. ഇവർക്കിടയിൽ ഒരു യഥാർത്ഥ സ്നേഹബന്ധം നിലനിന്നിരുന്നു. അത് 1 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: ഹീരാം എല്ലായ്പ്പോഴും ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നു എന്ന്. വിശേഷ അവസരങ്ങളിൽ പരസ്പരം കാണാനും ആവശ്യങ്ങളിൽ സഹായിക്കാനുമൊക്കെ ഏറെ താൽപ്പര്യപ്പെട്ടിരുന്നു. ഹീരാമും ദാവീദും മാത്രമല്ല, ദാവീദിൻ്റെ മകനായ ശലോമോനുമായും ഹീരാം രമ്യതയിൽ ആയിരുന്നു. 1 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ശലോമോനെ അവൻ്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു എന്ന്. സ്നേഹിതനും രാജാവുമായ ശലോമോൻ്റെ അടുക്കൽ തൻ്റെ ഭൃത്യന്മാരെ അയക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു. സുഹൃത്തും സ്നേഹിതരുമായിരുന്ന ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനം ആയിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. സുഹൃത്ത് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഈ കാലത്ത് ഇവർ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. രണ്ടാമതായിട്ട്, ദൈവാലയം പണിയിൽ സഹായിക്കുന്ന ഹീരാം. ദൈവാലയം പണിയുന്നതിനുള്ള ദേവദാരുവും സരളമരങ്ങളും സോർ രാജാവായ ഹീരാം ശലോമോന് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ദാവീദിൻ്റെ അടുക്കലേക്ക് ഹീരാം തൻ്റെ ദൂതന്മാരെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയക്കുന്നതായി 2 ശമൂവേൽ 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നു. ഇവയ്ക്കൊക്കെയും പകരമായിട്ട് ആണ്ടുതോറും ശലോമോൻ ഹീരാമിന് 20,000 പറ കോതമ്പും 20 പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുക്കുക പതിവായിരുന്നു എന്ന് 1 രാജാക്കന്മാർ 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശലോമോൻ്റെ ശില്പികളും ഹീരാമിൻ്റെ ശില്പികളും ഗബാല്യരും ആലയപ്പണിക്കായി മരവും കല്ലും ചെത്തിയൊരുക്കി. ഹീരാമിൻ്റെ ദൈവബോധവും നമുക്ക് ഇതിലൂടെ വെളിവാകുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഹീരാമിനെ പോലെ ഒരു നല്ല സ്നേഹിതനാകുവാനും ദൈവബോധം ഉള്ളവരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.